നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതാണ്, റൈറ്റ് എ ഇൻ ദി റോസ്റ്റർ ഫോം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ആൻസർ ചെയ്യാം. എ റോസ്റ്റർ ഫോമിൽ എഴുതണം, അതായത് എയിലെ എലമെൻറ്റ്സ് എല്ലാം ബ്രാക്കറ്റിനുള്ളിൽ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. എ ഈക്വൽ ടു നോക്കുക, എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10, അതായത് 10 താഴെയുള്ള പ്രൈം നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 2, 3, then 5, 7 ഈ 4 എലമെൻറ്റ്സ് ആയിരിക്കും എയിലുണ്ടാവുക. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ആണ് അടുത്തത്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്, 16, 8, 32, 4. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. ആൻസർ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഈക്വൽ ടു, ഓർക്കുക n എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റിന് 2n സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എയിൽ 4 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ 2⁴ ആയിരിക്കും സബ്സെറ്റുകളുടെ എണ്ണം, സിൻസ് n ഓഫ് എ ഈക്വൽ ടു 4 ആയതുകൊണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 2⁴ എത്രയാണ്? 16. അപ്പോൾ ആൻസർ എ 16. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question 2. If A and B are two sets such that n of A equal to 100, n of B equal to 150 and n of A intersection B equal to 50, find the following values. 1. n of A union B and 2. n of A minus B. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുക. n of A equal to 100, n of B equal to 150, then n of A intersection B equal to 50. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ കാര്യം n of A union B ആണ്. n of A union B ഈക്വൽ ടു, ഈക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, n of A പ്ലസ് n of B മൈനസ് n of A ഇൻ്റർസെക്ഷൻ B. വാല്യൂസ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 100 പ്ലസ് n of B 150 മൈനസ് n of A ഇൻ്റർസെക്ഷൻ B 50. ദാറ്റ്സ് ഈക്വൽ ടു 100, 150, 250 മൈനസ് 50 ഈക്വൽ ടു 200. അപ്പോൾ n of A യൂണിയൻ B ഈക്വൽ ടു 200. ഇനി രണ്ടാമത് നോക്കുക. രണ്ടാമത് n of A മൈനസ് B ആണ് കണ്ടുപിടിക്കേണ്ടത്. n of A മൈനസ് B ഈക്വൽ ടു, എയിൽ നിന്ന് എയിലെയും ബിയിലെയും കോമൺ എലമെൻറ്റ്സ് റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ് എ മൈനസ് ബി. അപ്പോൾ n of A മൈനസ് n of A ഇൻ്റർസെക്ഷൻ B ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു n of A എത്രയാണ്? 100 മൈനസ് 50, ദാറ്റ്സ് ഈക്വൽ ടു 50. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് P of n 7n മൈനസ് 3n ഈസ് ഡിവിസിബിൾ ബൈ 4 എർ n ബിലോങ്സ് ടു n. രണ്ട് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ചെക്ക് വെദർ P of 1 ഈസ് ട്രൂ ആൻഡ് 2 ഇഫ് P of k ഈസ് ട്രൂ പ്രൂവ് ദാറ്റ് P of k plus 1 ഈസ് ട്രൂ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് P of n 7n മൈനസ് 3n ഈസ് ഡിവിസിബിൾ ബൈ 4. ദെൻ ഫസ്റ്റ് പാർട്ട് നോക്കുക. P of 1 ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ P of 1 എന്തായിരിക്കും നോക്കുക. എന്നിന് പകരം 1 കൊടുത്താൽ മതി. 7 മൈനസ് 3 ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 3 ഈക്വൽ ടു 4 ആണ്. 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഈസ് ഡിവിസിബിൾ ബൈ 4. Therefore P of 1 is true. ഇനി അടുത്ത നോക്കുക. ഇഫ് P of k is true prove that P of k plus 1 is true. അപ്പോൾ സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാനായിട്ട് P of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് P of k is true. ഇനി P of k എന്താണ്? ദാറ്റ് ഈസ് assume that P of k 7k minus 3k is divisible by 4. അപ്പോൾ 7k minus 3k 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നൊരു സംഖ്യയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ദെൻ
7 raised to k minus 3 raised to k equal to 4d, where d belongs to n. 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 7 raised to k minus 3 raised to k. അതായത് 7 raised to k minus 3 raised to k 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നൊരു സംഖ്യയാണെങ്കിൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് 7 raised to k minus 3 raised to k is equal to 4d എന്ന് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട p of k plus 1 is true എന്നാണ്. We have to prove that p of k plus 1 is true. That is 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി 7 raised to k plus 1 minus 3 raised to k plus 1 equal to 7 raised to k plus 1. നമ്മളിതിൻ്റെ കൂടെ 7 into 3 raised to k നമ്മളിതിൽ നിന്ന് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നു. മൈനസ് 7 into 3 raised to k പ്ലസ് 7 into 3 raised to k മൈനസ് 3 raised to k plus 1. ഒരേ സംഖ്യ തന്നെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് വാല്യൂവിന് വ്യത്യാസം വരുന്നില്ല. ഇനി ഈ രണ്ട് ടേംസിൽ 7 കോമൺ ആണ്. അപ്പോൾ നമുക്ക് 7 into 7 raised to k minus 3 raised to k എന്ന് എഴുതാം. പ്ലസ് ഇവിടെ 3 raised to k plus 1 എന്ന് പറഞ്ഞാൽ 3 raised to k into 3 ആണ്. ഓർക്കുക 3 raised to k plus 1 equal to 3 raised to k into 3 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 3 raised to k കോമൺ ആണ്. അപ്പോൾ ഇവിടെ 3 raised to k കോമൺ എടുത്താൽ 3 raised to k into 7 minus 3 വരും. ദാറ്റ്സ് ഈക്വൽ ടു 7 into ഇനി 7 raised to k minus 3 raised to k എത്രയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 4d എന്നാണ്. അപ്പോൾ 7 into 4d പ്ലസ് 3 raised to k into 7 minus 3 4. 3 raised to k into 4. ഇനി ഇതിനകത്ത് രണ്ടിനകത്തും 4 കോമൺ ആണ്. അപ്പോൾ 4 into 7d plus 3 raised to k എന്ന് കിട്ടും. അതായത് 4ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4. divisible by 4. Therefore, p of k plus 1 is true. ഇനി നമ്മളോട് ബാക്കി പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് എഴുതാം. ഹെൻസ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ p of n is true for all n belongs to n. Okay. Fourth question. Using binomial theorem, expand x square plus 3 by x the whole raised to 5 where x not equal to 0. അപ്പോൾ നമുക്ക് ബൈനോമിയൽ തിയറം ആദ്യം ഒന്ന് എഴുതാം. a plus b whole raised to n is equal to nc0 a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus etc plus ncn b raised to n. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് 3 ബൈ എക്സ് ദി ഹോൾ റൈസ് ടു 5 ആണ്. ഇവിടെ n 5 ആണ്. എയുടെ സ്ഥാനത്ത് നമ്മൾ എക്സ് സ്ക്വയർ കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് 3 ബൈ എക്സും കൊടുക്കുക. Therefore 5c0 x square the whole raised to 5 plus 5c1 x square the whole raised to 5 minus 1, that is x square the whole raised to 4 into 3 by x plus 5c2 x square the whole cube into 3 by x the whole square plus 5c3 x square the whole square into 3 by x the whole cube plus 5c4 x square into 3 by x the whole raised to 4 then plus
5c5 3/x the whole raised to 5. ഇനി 5c0 ഓർക്കുക, 5c0 1 ആണ്, 5c1 5 ആണ്, ദെൻ 5c4 5 ആണ്, അതുപോലെ 5c5 1 ആണ്. ഇനി 5c2 കണ്ടുപിടിച്ചാൽ മതി, അത് തന്നെയായിരിക്കും 5c3യുടെ വാല്യൂ. 5c2 ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 minus 2 factorial, that is 3 factorial, which is equal to 5 into 4 into 3 factorial by 2 factorial into 3 factorial. 3 factorial cancel ചെയ്യുന്നു, then 2 factorial value 2 ആണ്. 5 4 20/2 equal to 10 എന്ന് കിട്ടും. Again 5c3യും 5c2യും സെയിം ആണ്, 5c3 equal to 10 ആയിരിക്കും. നമുക്ക് എക്സ്പാൻഷൻ കൊടുക്കാം. Therefore x square plus 3/x the whole raised to 5 equal to 1 into x square the whole raised to 5 എന്ന് വരും. അപ്പോൾ അത് ഓർക്കുക, a raised to m the whole raised to n is equal to a raised to m into n ആണ്. അപ്പോൾ x square the whole raised to 5 എന്ന് പറഞ്ഞാൽ x raised to 2 into 5 വരും, that is x raised to 10 plus 5c1 5 x square the whole raised to 4 ഉണ്ട്, അതായത് x raised to 2 into 4, that is x raised to 8 into 3/x plus 5c2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 10 ഇനി x square the whole cube, അതായത് x raised to 2 into 3, x raised to 6 into ഇവിടെ നോക്കുക 3 square by x square ആണിത്, 3 square by x square plus 5c3 വീണ്ടും 10 തന്നെ, 10 x square the whole square, that is x raised to 4 into 3 cube by x cube plus 5c4 5 into x square into 3 raised to 4 by x raised to 4 plus 5c5 1 into 3 raised to 5 by x raised to 5, which is equal to x raised to 10 plus നോക്കുക ഇവിടെ 3 into 5 that is 15. അപ്പോൾ നമുക്ക് x raised to 8 ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ഉണ്ട്, അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരു എക്സും ഡിനോമിനേറ്ററിൽ എക്സും ക്യാൻസൽ ആവും, പോയിട്ട് ന്യൂമറേറ്ററിൽ x raised to 7 15 x raised to 7 പ്ലസ് ഇവിടെ 3 സ്ക്വയർ 9 ആണ്, 9 into 10 that is 90. ഇവിടെ x raised to 6 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പോൾ ന്യൂമറേറ്ററിലെ x raised to 6നെ നമുക്ക് x raised to 4 into x square എന്ന് എഴുതാം. ഓർക്കുക x raised to 6 equal to x raised to 4 into x square ആണ്. അപ്പോൾ x raised to 6 by x square എന്നുള്ളത് x raised to 4 into x square by x square എന്ന് എഴുതാം. ഇത് രണ്ടും ക്യാൻസൽ ആവും, പോയിട്ട് x square കിട്ടും, x raised to 4 കിട്ടും. അപ്പോൾ 90 x raised to 4 പ്ലസ് അടുത്ത 3 ക്യൂബാണ്, ദാറ്റ് ഈസ് 27 into 10 270 270. ദെൻ ഇവിടെ x raised to 4ഉം ഇവിടെ x ക്യൂബും ഉണ്ട്, അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ x ക്യൂബും ഡിനോമിനേറ്ററിൽ x ക്യൂബും ക്യാൻസൽ ആവും, പോയിട്ട് ന്യൂമറേറ്ററിൽ x മാത്രമേ വരുള്ളൂ, 270x പ്ലസ് അടുത്തത് 3 raised to 4 that is 81, 5 ഗുണം 81 405. ദെൻ ന്യൂമറേറ്ററിലെ x സ്ക്വയറും ഡിനോമിനേറ്ററിലെ x raised to 4 ഉണ്ട്, അപ്പോൾ ന്യൂമറേറ്ററിലെ x സ്ക്വയറും ഡിനോമിനേറ്ററിലെ ഒരു x സ്ക്വയറും ക്യാൻസൽ ആവും, പോയിട്ട് ഡിനോമിനേറ്ററിലെ x സ്ക്വയർ വരും, അപ്പോൾ 405 by x സ്ക്വയർ പ്ലസ് 3 raised to 5 എന്ന് പറഞ്ഞാൽ 81 into 3 that is 243 by x raised to 5. ഇതാണ് ആൻസർ. Question 5. Find the middle term in the expansion of x by 3 plus 9y the whole raised to 10. നമുക്കറിയാം a plus b whole raised to n ൻ്റെ എക്സ്പാൻഷനിൽ n+1 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ
x/3 പ്ലസ് 9y ദി ഹോൾ റൈസ് ടു 10 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷനിൽ 10+1 11 ടേംസ് ഉണ്ടാവും. അപ്പോൾ 11 ടേംസിൽ 6th ടേമാണ് മിഡിൽ ടേം. മിഡിൽ ടേം ഈസ് ദി 6th ടേം. ഇനി a+b ഹോൾ റൈസ് ടു ൻ്റെ എക്സ്പാൻഷനിലെ ജനറൽ ടേം എന്ന് പറയുന്നത് TR+1 ഈക്വൽ ടു NCR a⁻n−r b⁻r. ഇപ്പോൾ 6th ടേം കിട്ടാനായിട്ട് നമുക്ക് n-ന് 10 കൊടുക്കാം, r-ന് എത്ര കൊടുക്കണം? TR+1 6th ടേം ആയിരിക്കണം. അതായത് r+1 6 കിട്ടാനായിട്ട് r-ന് 5 കൊടുക്കാം, r-ന് 5. ഇനി എയുടെ സ്ഥാനത്ത് x/3 കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് 9y കൊടുക്കുക. അപ്പോൾ T6 ഈക്വൽ ടു 10c5 x/3 ദി ഹോൾ റൈസ് ടു n-r, ദാറ്റ് ഈസ് 10-5 തന്നെ, അത് 5. ദെൻ 9y ദി ഹോൾ റൈസ് ടു b⁻r ആണ്, അപ്പോൾ അതും 5 തന്നെ. ഇവിടെ n-r ആണ്, പക്ഷേ n 10ഉം r 5 ആയതുകൊണ്ട് n-r 10-5, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ T6 ഈക്വൽ ടു 10c5 x/3 ദി ഹോൾ റൈസ് ടു 5 ഇൻറ്റു 9y ദി ഹോൾ റൈസ് ടു 5. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് 10 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 10-5 ഫാക്ടോറിയൽ. 10-5 5 തന്നെ, 5 ഫാക്ടോറിയൽ ഇൻറ്റു x⁻5 ബൈ 3⁻5 ഇൻറ്റു 9⁻5 y⁻5. ദാറ്റ്സ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ഒരു 5 ഫാക്ടോറിയൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ ഡിനോമിനേറ്ററിലെ ഒരു 5 ഫാക്ടോറിയൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഇൻറ്റു x⁻5 ബൈ 3⁻5നെ 9⁻5നെ എക്സ്പാൻഡ് ചെയ്യാം, കാരണം അവിടുന്ന് കുറേ ക്യാൻസൽ ചെയ്യാം. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 9 y⁻5. ദെൻ നോക്കുക, 3 ഇൻറ്റു 3 9 ആണല്ലോ, അപ്പോൾ 3 ഇൻറ്റു 3 ഉപയോഗിച്ച് ഒരു 9 ക്യാൻസൽ ചെയ്യാം. ദെൻ അടുത്ത ഒരു ജോഡി 3കൾ ഉപയോഗിച്ച് അടുത്ത 9 ക്യാൻസൽ ചെയ്തു. ദെൻ ഒരു 3യും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 ആയി. ദെൻ 5 ഫാക്ടോറിയൽ രണ്ടിടത്തും ക്യാൻസലായി. ദെൻ 2 ഇൻറ്റു 4 ആണ് 8, അപ്പോൾ 2ഉം 4ഉം ഇവിടെ ക്യാൻസൽ ചെയ്തു, ഇവിടെ 8ഉം ക്യാൻസൽ ചെയ്യാം. 3ഉം 9ഉം ക്യാൻസൽ ചെയ്ത് 3 വന്നു. ദെൻ 5ഉം 10ഉമായിട്ട് ഇവിടെ 2 വരും, 5 ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇപ്പോൾ 2 3 6, 6 36, 36 ഗുണം 7, അതായത് 436 ഗുണം 7 252 കിട്ടും. 252 ഇൻറ്റു x⁻5 ഇൻറ്റു ഇവിടെ എത്ര വരും? 9 9 81 ഗുണം 3 243 y⁻5 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി 252 243 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് കാണുമ്പോൾ 61,236 എന്ന് കിട്ടും. അപ്പോൾ 61,236 x⁻5 y⁻5. ഇതാണ് ഇപ്പോൾ മിഡിൽ ടേം. മിഡിൽ ടേം 61,236 x⁻5 y⁻5. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആൻ AP, 8th term is 16 and 16th term is 48. Find the common difference of the AP and second part find the 25th term of the AP. ഇത് 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മോഡലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എ പിയിലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പദങ്ങളുടെ വ്യത്യാസം ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇപ്പോൾ ടേം ഡിഫറൻസ് ഏതാണ്? 48 മൈനസ് 16 ബൈ പൊസിഷൻ 16 മൈനസ് 8. ദാറ്റ് ഈസ് 48 16 പോയി കഴിഞ്ഞാൽ
32, 16 നിന്ന് 8 പോയാൽ 8, 32/8 4. അപ്പോൾ ഡി കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു 4 ആണ്. ഇനി ഇപ്പോൾ ഫസ്റ്റ് പാർട്ടായി. സെക്കൻഡ് പാർട്ട്, ഫൈൻഡ് ദി 25th ടേം ഓഫ് ദി എ പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25ാം പദം കാണാൻ. ഇപ്പോൾ 25ാം പദം കാണാൻ ഏറ്റവും എളുപ്പം നമുക്ക് 16ാമത്തെ ടേം ഉണ്ട് ഇവിടെ. 16ാമത്തെ ടേമിൻ്റെ കൂടെ 16 9 25, 9 പ്രാവശ്യം ഡി കൂട്ടിയാൽ 25ാമത്തെ പദം കിട്ടും. അതായത് ഇപ്പോൾ A25, 25ാമത്തെ പദത്തിനെ A25 എന്ന് ഇട്ട് കഴിഞ്ഞാൽ A16 + 9D ആയിരിക്കും. 16ാമത്തെ പദം പ്ലസ് 9D, ദാറ്റ്സ് ഈക്വൽ ടു 16ാമത്തെ ടേം എത്രയാണ്? 48. 48 + 9 × 4, ദാറ്റ് ഈസ് 48 + 36, that's equal to 84. അപ്പോൾ 25th term equal to 84. Okay. Question 7. The slope of the line joining the points -2, 6 and 4, 8 is dash. 4 ഓപ്ഷൻസ് ഉണ്ട്. 3, 1/3, then -3, -1/3. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർക്കുക. സ്ലോപ്പ് m is equal to y2 - y1/x2 - x1 ആണ്. y2 ആയിട്ട് സെക്കൻഡ് പോയിൻ്റ് y കൊണ്ടിട്ട്, ദാറ്റ് ഈസ് 8 മൈനസ് y1 6 ബൈ x2 സെക്കൻഡ് പോയിൻ്റ് x കൊണ്ടിട്ട്, ദാറ്റ് ഈസ് 4 മൈനസ് x1 -2, ദാറ്റ്സ് ഈക്വൽ ടു 8 - 6 2 ബൈ 4 മൈനസ് -2, ദാറ്റ് ഈസ് 4 + 2 വരും, ദാറ്റ് ഈസ് 6. 2/6 1/3 ഈക്വലാണ്, ദാറ്റ്സ് ഈക്വൽ ടു 1/3. ഇനി സെക്കൻഡ് പാർട്ട് നോക്കുക. ഇഫ് ദി എബോവ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ജോയിനിങ് ദി പോയിന്റ്സ് 8, 12 and x24, ദെൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് x. അപ്പോൾ ഈ ലൈന് ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ സ്ലോപ്സിൻ്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആദ്യം നമ്മളെടുത്ത സ്ലോപ്പിനെ m1 എന്ന് എടുക്കാം. Let m1 equal to 1/3 and m2 be the slope of the line joining 8, 12 and x24. അപ്പം 8, 12, x24 ഈ രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് m2 എന്ന് എടുക്കാം. ദെൻ m2 ഈക്വൽ ടു, അപ്പോൾ m2ൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെയും y2 - y1/x2 - x1 തന്നെ യൂസ് ചെയ്യുന്നു. അപ്പോൾ 24 - 12 ബൈ x2 എത്രയാണ് ഇവിടെ? x -8. 24 - 12 തന്നെ 12/x - 8 എന്ന് കിട്ടും. ഇനി ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് m1 × m2 ഈക്വൽ ടു -1. സിൻസ് the lines are perpendicular, m1 × m2 equal to -1. therefore m1ൻ്റെ വാല്യൂ എത്രയാണ്? 1/3. ഇവിടെ നമ്മൾ 1/3 എടുത്തു. 1/3 × m2 12/x - 8 ഈക്വൽ ടു -1 എന്ന് കിട്ടും. ദെൻ സിംപ്ലിഫൈ ചെയ്യുന്നു. 3 × 12 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. പോയിട്ട് ഇവിടെ 4 വരും. ദാറ്റ് ഈസ് 4/x - 8 ഈക്വൽ ടു -1. ഈ x - 8നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 4 ഈക്വൽ ടു -1 × x - 8 എന്ന് വരും. ദാറ്റ് ഈസ് 4 ഈക്വൽ ടു -x + 8. ദെൻ എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്കും 4നെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോകാം. -x ഇവിടെ വരുമ്പോൾ +x ആവും. x ഈക്വൽ ടു 8 - 4 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 4. ദർഫോർ x ഈക്വൽ ടു 4. ഓക്കെ.